യുദ്ധമല്ല മറ്റെന്ത് വന്നാലും മലയാളികൾക്ക് പൊന്നിനെ അങ്ങനെ അങ്ങ് കൈവിടാൻ പറ്റില്ല എന്നതാണ് സത്യം. സ്വർണവുമായി അത്രയേറെ ബന്ധമുണ്ട് മലയാളികൾക്ക്. എന്നാൽ സ്വർണത്തിന്റെ എന്നും കൂടുന്ന വില കുറച്ചൊന്നുമല്ല മലയാളിയെ വലച്ചിട്ടുള്ളത്. സ്വർണപ്രേമികളെ ഇന്നും സങ്കടത്തിലാക്കുന്ന വാർത്ത തന്നെയാണ് സ്വർണത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്നും വൻ കുതിപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രേഖപ്പെടുത്തിയതുപോലെ ഇന്നും 240 രൂപ വർദ്ധിക്കുകയുണ്ടായി. മെയ് മാസം ആദ്യത്തിൽ ഒറ്റയടിക്ക് വലിയ തോതിൽ തന്നെ വില കൂടിയിരുന്നു. പിന്നീട് അന്തർദേശീയ വില കുറഞ്ഞപ്പോൾ കേരളത്തിലും വില കുറയുകയായിരുന്നു. എന്നാൽ ഓരോ ദിവസവും പതിയെ വില കൂടി റെക്കോർഡിലേക്ക് അടുക്കുകയാണ് സ്വർണം. റൂട്ട് മാറ്റി വൻ വിലയിൽ എത്തുന്നുവെന്നാണ് ചുരുക്കം. കേരളത്തിൽ ഇന്നും ഒരു പവൻ സ്വർണത്തിന് 72,360 രൂപയാണ് വില. 240 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 9,045 രൂപയിലെത്തി. അന്തർദേശീയ വിപണിയിൽ കാര്യമായ വിലമാറ്റമില്ല. $3,328 ആണ് വില. ഇനി തിങ്കളാഴ്ചയാവും വിലമാറ്റം പ്രകടമാവുക. ആഗോളതലത്തിൽ കാര്യമായ മാറ്റമില്ലെങ്കിലും ഇന്ത്യയിൽ വില കൂടാൻ കാരണം അതിർത്തിയിലെ സംഘർഷങ്ങളാണ് എന്ന് വ്യാപാരികൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം വിപണിയിൽ കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പ്രാധാന്യം ഏറിയിട്ടുമുണ്ട്. 22 ക്യാരറ്റിന് വില കൂടിയ സാഹചര്യത്തിലാണ് 18, 14 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പ്രിയമേറുന്നത്. ഇന്ന് 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 25 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. 7,425 രൂപയാണ് ഏറ്റവും പുതിയ നിരക്ക്. അതായത് ഒരു പവൻ സ്വർണത്തിന് 59,400 രൂപ വരും. ആഭരണമാകുന്ന വേളയിൽ പണിക്കൂലിയും നികുതിയും ചേരുമ്പോൾ വില 65,000 എത്തും. 22 ക്യാരറ്റ് ആഭരണം വാങ്ങുന്നവർക്ക് ഇന്ന് കുറഞ്ഞത് 78,000 രൂപ വേണ്ടിവരും. ഏറ്റവും താഴ്ന്ന പണിക്കൂലിയിൽ കണക്കാക്കുമ്പോഴാണ് ഈ വില. കേരളത്തിലെ ജ്വല്ലറികളിൽ വലിയ ഡിസൈൻ ഇല്ലാത്ത ആഭരണങ്ങൾക്ക് 5% പണിക്കൂലി. സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും തുകയ്ക്ക് പുറമെ GST കൂടി കൊടുക്കേണ്ടി വരും. സ്വർണം, പണിക്കൂലി എന്നീ തുക ചേർത്തുള്ള സംഖ്യയുടെ 3% GST. ഇതിനു പുറമെ നാമമാത്രമായ ഹാൾമാർക്കിംഗ് ചാർജും ഉപഭോക്താവ് നൽകണം. അതേസമയം പഴയ സ്വർണം വിൽക്കുമ്പോൾ 4% വരെ വില കുറയും. പഴയ സ്വർണം വിൽക്കുമ്പോൾ വലിയ നഷ്ടം തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. വാങ്ങുമ്പോൾ നൽകിയ പണിക്കൂലി, GST, ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവയൊന്നും കിട്ടില്ല. മാത്രമല്ല സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയും കിട്ടില്ല. 2 മുതൽ 4% വരെ മാർക്കറ്റ് വില കുറച്ചുള്ള സംഖ്യയാകും ജ്വല്ലറികൾ തരിക. അതായത് മാർക്കറ്റ് വിലയിൽ നിന്ന് 1,500 മുതൽ 3,000 രൂപ വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കാം. സ്വർണം വാങ്ങുന്നവർ വില കൂടി വരുന്ന ഘട്ടത്തിൽ ആഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിരുന്നത് നല്ലതാണ്. ബുക്ക് ചെയ്യുന്ന വേളയിലെ വിലയ്ക്ക് ഏത് സമയവും ആഭരണം വാങ്ങാൻ സാധിക്കും. മാത്രമല്ല പിന്നീട് വില കുറയുകയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്കും വാങ്ങാം. വിവിധ ജ്വല്ലറികളിൽ ഈ സ്കീമുകളുണ്ട്. വ്യക്തമായി ചോദിച്ചറിഞ്ഞ ശേഷമേ അഡ്വാൻസ് ബുക്ക് ചെയ്യാവൂ. സ്വർണത്തിന് വലിയ തോതിൽ വില കൂടിയിരിക്കെ ജ്വല്ലറി വ്യാപാരികളും പ്രതിസന്ധിയിലേക്കാണ്. പുതിയ ആഭരണങ്ങളുടെ വിൽപ്പന കുറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് പഴയ സ്വർണം മാറ്റി പുതിയത് വാങ്ങുന്ന ട്രെൻഡ് കൂടി വരികയാണ്. മാത്രമല്ല സാധാരണ ധരിക്കാറുള്ള ആഭരണങ്ങൾക്ക് കുറഞ്ഞ ക്യാരറ്റുള്ള ആഭരണങ്ങളാണ് ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നത്.